my lovers, welcome back to my YouTube channel. Keep it short and sweet. ഇന്നൊരു വൈറ്റനിങ് ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. സോ നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കുക. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ നീരൊന്ന് അരിച്ചെടുക്കുക. വെള്ളം ചേർക്കരുത്. നമുക്ക് അതിൻ്റെ പക്ക പ്യൂരിയാണ് കിട്ടേണ്ടത്. ഇനി ഇതുപോലെ ചീകിയിട്ട് നിങ്ങൾക്ക് ആ പ്യൂരി കിട്ടാൻ പ്രയാസമാണെങ്കിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് ബീട്രൂട്ട് ജ്യൂസിൻ്റെ കൂടെ തന്നെ നമ്മുടെ സാധാ അരിപ്പൊടി ഉണ്ടല്ലോ അതിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഈ ഒരു പരുവം, ഈ ഒരു കൺസിസ്റ്റൻസി ആവണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം വേറൊരു ബൗളിലേക്ക് ബീട്രൂട്ട് ജ്യൂസിൻ്റെ കൂടെ തന്നെ കടലമാവിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ചെറുപയർ പൊടിയാണുള്ളത്. ചെറുപയർ പൊടിയാണ് എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടി ഒരു സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. അപ്പോൾ ഞാനൊരു ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി പാക്ക് ഇടാൻ തുടങ്ങാം. ആദ്യം തന്നെ സ്ക്രബ് ഇടണം. ഓക്കെ, അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത ശേഷം ആദ്യം തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത ഒരു സ്ക്രബ് പോലെ അതൊരു 5 മിനിറ്റോളം ഫേസിലിട്ടിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. ഞാൻ കൈ കൊണ്ടാട്ടോ ഫേസിലിടുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു പുതിയ ഒരു യൂട്യൂബർ ആയത് കാരണം എൻ്റെ 1-2 വീഡിയോസിൽ ഇങ്ങനെ സജഷനായിട്ട് എൻ്റെ 2 ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഇനി വരുന്ന വീഡിയോസിൽ ഇതുപോലെ ഞാനിങ്ങനെ സാധാ പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ സോ ഞാൻ ഇതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് മൊത്തത്തിൽ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ല കേട്ടോ അത്. ഈ ബീട്രൂട്ടിൻ്റെ ഈ ഒരു പാക്ക് അടിപൊളിയായിട്ടുണ്ട്. ഞാനത് ഇടയ്ക്ക് ചെയ്യാറുള്ളത് തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊക്കെ ഇതുപോലെ വെയിലത്തൊക്കെ പോയിട്ട് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. സോ നമുക്കിനി ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാം. നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ താഴെ വീഴും. സോ താഴെ എന്തെങ്കിലും ഒരു ടവലോ ടർക്കിയോ എന്തെങ്കിലും വിരിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കഴുത്തിൻ്റെ അവിടെയും കൂടി ഒന്ന് തേച്ച് കൊടുക്കണേ. നമ്മൾ ഏതൊരു പാക്ക് ഇടണമെങ്കിലും കഴുത്തിൻ്റെ അവിടെയും കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഫേസും നമ്മുടെ നെക്കും ഒരേ കളറാവണം. സോ നമ്മൾ എന്ത് പാക്ക് ഇടണമെങ്കിലും നമ്മൾ കഴുത്തിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക. മിനിറ്റോളം ഞാൻ സ്ക്രബൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. സോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബീട്രൂട്ട് ജ്യൂസിൻ്റെ കൂടെ ചെറുപയർ പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു നനവില്ലേ, ഈ ഒരു നനവോടെ കൂടി തന്നെ തേച്ച് പിടിപ്പിക്കുക. ഫേസ് പാക്ക് ഇടുമ്പോഴും ആദ്യം തന്നെ സ്ക്രബ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. കാരണം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് റെഡിയാവും. അതായത് ആ ഒരു പാക്കിന് വേണ്ടിയിട്ട് ഒരു ഡബിൾ എഫക്റ്റാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്.
സോ ആദ്യം സ്ക്രബ് ഇട്ട ശേഷം മാത്രം ഏത് പാക്ക് ഇടുക. ഓക്കെ, അതൊരു 15 മിനിറ്റോളം നമുക്ക് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നോക്കാം എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന്. സോ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. സോ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഫേസ് നന്നായിട്ട് വെളുത്ത് തുടുക്കുന്നല്ല, പക്ഷെ നമ്മുടെ ആ ഒരു സ്കിന്ന് വന്നിട്ട് ഭയങ്കര ഒരു ജസ്റ്റ് ആ ഒരു വൈറ്റനിങ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ലവ് യു സോ മച്ച്. ബൈ, സീ യു.